സിന്ധൂസ് ഫുഡ് സ്റ്റൈലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ നല്ലൊരു ചിക്കൻ ഗീ റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് തയ്യാറാക്കി കാണിക്കുന്നത്. ചിക്കൻ ഒരു തവണ ഇതുപോലെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും തയ്യാറാക്കി കഴിക്കട്ടെ. അത്ര ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ ഗീ റോസ്റ്റ് ആണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കിയിട്ട് എടുക്കാമെന്ന് നമുക്ക് നോക്കാം. ഈ ഒരു ചിക്കൻ ഗീ റോസ്റ്റ് തയ്യാറാക്കിയിട്ട് എടുക്കാനായിട്ട് ഞാനിവിടെ 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ളതാണ്. ഇനി ഇതിലേക്ക് ഞാൻ 4 ടേബിൾ സ്പൂൺ അളവിൽ തൈരാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ചെറിയൊരു പുളിയുള്ള തൈരാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലോട്ട് 3/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി, പിന്നെ പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ അളവിൽ ലെമൺ ജ്യൂസ് കൂടെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക. ഇതിപ്പോൾ ഞാനിവിടുത്തെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ച് വെച്ച് കൊടുക്കാം. എന്നിട്ടിത് 1 മണിക്കൂറൊക്കെ ഒന്ന് റെസ്റ്റ് ചെയ്യാനൊക്കെ ആയിട്ട് മാറ്റി വയ്ക്കാം. ഇനി ഇതിനൊരു മസാല റെഡിയാക്കിയിട്ട് എടുക്കുക. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 10-15ഓളം കാശ്മീരി ചില്ലിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. കൂടെ തന്നെ 2 ടേബിൾ സ്പൂൺ അളവിൽ മുഴുവനായിട്ടുള്ള മല്ലിയും, 3/4 ടേബിൾ സ്പൂൺ അളവിൽ പെരുംജീരകം, 1/2 ടേബിൾ സ്പൂൺ അളവിൽ ചെറിയ ജീരകമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇതൊക്കെ ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് നമുക്ക് 2-3 കഷ്ണം പട്ട ഇട്ട് കൊടുക്കുക. അതിനുശേഷം പിന്നെ ഇതിലേക്ക് 2 ഏലക്കയും 4 ഗ്രാമ്പുമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഫ്ലെയിം ഓൺ ആക്കിയതിന് ശേഷം ഇതൊന്ന് വറുത്തെടുക്കുക. ഇത് നന്നായിട്ടൊന്ന് ചൂടായിട്ട് ഇതിൻ്റെ കളറൊക്കെ ചെറുതായിട്ടൊക്കെ ഒന്ന് മാറി വരുന്നത് വരയ്ക്ക് വേണം കേട്ടോ അതൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാനായിട്ട്. മുളക് അത്ര എരിവില്ലാത്തത് കാരണമാണ് ഞാൻ ഇത്രയും മുളക് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾ എടുക്കണ മുളക് നല്ല എരിവുള്ള കാശ്മീരി ചില്ലിയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ നല്ല എരിവുള്ള മുളകാണെങ്കിൽ ഇത്രയും എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിപ്പോൾ നന്നായിട്ടൊന്ന് വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് ചൂടാറാനൊക്കെ ആയിട്ട് മാറ്റി വെച്ചതിന് ശേഷം ഇതൊരു മിക്സി ജാറിലേക്ക് മാറ്റി കൊടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ ചൂടൊക്കെ കംപ്ലീറ്റ് പോയിട്ടുണ്ട്. ഇനി ഇതൊന്ന് പൊടിച്ചെടുക്കണം. ആദ്യം ഒന്ന് പൊടിച്ചെടുക്കുക. നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തതിന് ശേഷം പിന്നെ ഇതിലോട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം കേട്ടോ. നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. നല്ലൊരു പേസ്റ്റ് രൂപത്തിൽ നമുക്കിത് കിട്ടണം. ഇതിപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഒരു കടായി അടുപ്പത്ത് വെച്ച് കൊടുത്ത ശേഷം ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ച് കൊടുക്കുക. നെയ്യൊക്കെ ഒന്ന് ഉരുകി വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ 2 സവാള ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തിട്ടുള്ളതാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കുക. ഈ ഒരു ചിക്കൻ ഗീ റോസ്റ്റ് തയ്യാറാക്കിയിട്ട് എടുക്കാനായിട്ട് നമുക്കിതിനായിട്ട് വെളിച്ചെണ്ണയോ അതല്ലെങ്കിൽ ഓയിലോ ഒന്നും എടുക്കരുത്. നെയ്യിൽ തന്നെ വേണം കേട്ടോ ഇത് തയ്യാറാക്കിയിട്ട് എടുക്കാനായിട്ട്. അപ്പോൾ ഇനി നന്നായിട്ട് ഈ ഒരു സവാളൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം. പിന്നെ ഒരു കാര്യം, വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാർ ആരെങ്കിലും നമ്മുടെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. പിന്നെ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാണ്ടും കൂടെ കാണാനും കൂടെ ശ്രമിക്കണേ. ഇപ്പോൾ സവാളൊക്കെ ചെറുതായിട്ടൊക്കെ ഒന്ന് വഴന്ന് കിട്ടിയിട്ട് കേട്ടോ. നന്നായിട്ട് വഴറ്റിയെടുക്കണം കേട്ടോ ഈ ഒരു സവാള. ഇതിൻ്റെ കളറൊക്കെ നന്നായിട്ട് ഇങ്ങനെ മാറിയിട്ട് നല്ലൊരു ഡാർക്ക് കളറായിട്ട് വരുന്നത് വരയ്ക്ക് വേണം ഈ ഒരു സവാള ഒന്ന് വഴറ്റിയെടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 2 ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് കൂടെ ചേർത്ത് കൊടുത്തിട്ട് വഴറ്റിയെടുക്കുക. ഈ ഒരു സവാളൊക്കെ നന്നായിട്ട് വഴന്ന് കിട്ടിയാൽ മാത്രമാണ് ഈ ഒരു ചിക്കൻ റോസ്റ്റ് കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിട്ടൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതിൻ്റെ കളറൊക്കെ നന്നായിട്ടൊക്കെ ഒന്ന് മാറി വരുന്നത് വരയ്ക്ക് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിപ്പോൾ ഞാനിവിടെ നന്നായിട്ട് തന്നെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ നേരത്തെ അരച്ചെടുത്തിട്ടുള്ള ആ ഒരു അരപ്പുണ്ടല്ലോ അത് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ആ ഒരു പാത്രം കഴുകിയിട്ടുള്ള വെള്ളം കൂടെ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ കൂടി പോകണ്ട കേട്ടോ. വളരെ കുറച്ച് മാത്രം വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുത്താൽ മതി. ഒരു സമയത്ത് അടുപ്പ് ഏറ്റവും ലോ ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുത്തിട്ട് വേണം കേട്ടോ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാനായിട്ട്. അപ്പോൾ കുറച്ച് നേരം ഒരു 5-6 മിനിറ്റോളം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് കഴിയുമ്പോഴേക്കും ഈ ഒരു പൊടികളുടെ ആ ഒരു പച്ച സ്മെല്ലൊക്കെ ഉണ്ടാവില്ല, അതൊക്കെ നന്നായിട്ട് പോയിട്ട് ഇതിലത്തെ വെള്ളമൊക്കെ വറ്റിയിട്ട് ഇങ്ങനെ ഡ്രൈ ആയിട്ടൊക്കെ വന്നിട്ടുണ്ടാവും. ഇപ്പോൾ കണ്ടില്ലേ, ഇതിലത്തെ വെള്ളമൊക്കെ വറ്റിയിട്ട് ഇങ്ങനെ ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ കുറച്ച് നേരം നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു. ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കുക. ചിക്കൻ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് കൂടെ കൊടുക്കുക കേട്ടോ. പിന്നെ ഈ ഒരു ചിക്കനിൽ നമ്മൾ വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കുകയൊന്നും ചെയ്യരുത്. ചിക്കനിൽ നിന്ന് ഇറങ്ങി വരുന്ന വെള്ളത്തിൽ വേണം ഇതൊന്ന് വേവിച്ചെടുക്കാനായിട്ട്. അപ്പോൾ നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ആ ഒരു ചിക്കനിൽ മാത്രമാണ് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. മസാലയിൽ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഒരു സമയത്ത് ഒരല്പം ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും ഒന്നുകൂടെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുകയാണ് ചെയ്യണത്. ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ മുകളിൽ കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഈ ഒരു കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ അത് അടച്ച് വെച്ച് കൊടുക്കാം കേട്ടോ. ഒരു 5 മിനിറ്റോളം അടച്ച് വെച്ച് വേവിക്കുമ്പോഴേക്കും ഇതിൽ നന്നായിട്ട് ഇങ്ങനെ വെള്ളമൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ടാവും. കണ്ടില്ലേ, ഇതുപോലെ ഇങ്ങനെ ആയി കിട്ടിയിട്ടുണ്ടാവും കേട്ടോ. ഈ ഒരു വെള്ളത്തിലാണ് നമ്മൾ ഈ ഒരു ചിക്കൻ വേവിച്ചെടുക്കേണ്ടത്. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഇത് വീണ്ടും അടച്ച് വെച്ചിട്ട് വേണം കേട്ടോ വേവിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇടയ്ക്കൊക്കെ തുറന്നിട്ട് ഇത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇതിവിടെ ഇടയ്ക്കൊക്കെ മൂടിയൊക്കെ തുറന്നിട്ട് ഇളക്കി കൊടുത്തിട്ട് ഇത് വേവിച്ചെടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിലത്തെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരാനൊക്കെ ആയിട്ട് തുടങ്ങിയിട്ടുണ്ട്.
ഇനി ഇത് തുറന്ന് വെച്ച് വേവിക്കാം. അടച്ച് വെച്ചിട്ട് വേവിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലത്തെ ആ ഒരു വെള്ളമൊക്കെ നന്നായിട്ടൊക്കെ ഒന്ന് വറ്റിയിട്ട് നല്ലൊരു ഡ്രൈ ആയിട്ട് വരുന്നത് വരയ്ക്ക് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇതിലത്തെ വെള്ളമൊക്കെ നല്ലോണം തന്നെ വറ്റിയിട്ട് ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ട് ഇങ്ങനെ ഡ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്ര മതി. ഇനി ഇതിലേക്ക് നമ്മൾ വേറെ ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയിട്ട് എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ചിക്കൻ റോസ്റ്റ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ക്രിസ്മസിന് ട്രൈ ചെയ്ത് നോക്കണം. ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് എന്ന് കരുതുന്നു. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. മറ്റൊരു റെസിപ്പി വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്